നോ ബേക്കിംഗ് നോ ഓവൻ. ഒരു ചീസ് കേക്ക് ഉണ്ടാക്കിയാലോ? ചീസ് കേക്കെന്നോ ചീസ് പുഡിങ്ങെന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാം. ഈ മേലെ കാണുന്ന ബ്ലൂബെറി ഇല്ലേ, അത് ഓപ്ഷണലാണേ. നമുക്ക് ബ്ലൂബെറിയോ സ്ട്രോബെറിയോ ഏത് ഫ്രൂട്ട്സ് ആണോ നിങ്ങൾക്ക് ഇങ്ങനെ മെൽറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നത് അത് യൂസ് ചെയ്താൽ മതി. എനിക്ക് ഓഫറിൽ കിട്ടിയൊരു സാധനം കേട്ടോ, അതുകൊണ്ടാണ്. പിന്നെ ഇതാ ഈ കട്ട് ചെയ്യുന്നില്ലേ, ഇതേപോലെ കിട്ടും, കേക്ക് പോലെ കിട്ടും, എന്നാൽ പുഡിങ് വേണം. നമുക്ക് കുറച്ച് ബിസ്ക്കറ്റ് എടുത്തിട്ട് ക്രഷ് ചെയ്തിട്ട് എടുക്കാം. ക്രഷ് ചെയ്ത ബിസ്ക്കറ്റിലേക്ക് മെൽറ്റഡ് ബട്ടർ യൂസ് ചെയ്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അതൊരു ട്രേയിലേക്ക് മാറ്റാം. ട്രേ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുഡിങ്ങിൻ്റെ ട്രേ എടുക്കാൻ നിൽക്കണ്ടേ, അതിൽ കിട്ടൂല. അതിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല. ഇതേപോലത്തെ കണ്ടെയ്നർ ആയാൽ മതി, അല്ലെങ്കിൽ കേക്കിൻ്റെ മോൾഡില്ലേ അതായാലും മതി. ഇങ്ങനെ പ്രസ് കൊടുത്തിട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമ്മളെ ഫസ്റ്റ് ലെയർ സെറ്റല്ലേ, ഇനി നമുക്ക് സെക്കൻഡ് ലെയർ ഉണ്ടാക്കാം. ചീസ് കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചീസ് ക്രീം യൂസ് ചെയ്തിട്ട് അതിൽ ആവശ്യത്തിന് മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഈ ബീറ്റ് ചെയ്ത ഈ ക്രീമിലേക്ക് നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് തിക്ക് ക്രീമും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ആഡ് ചെയ്താൽ മതി, കൺസിസ്റ്റൻസി നോക്കിയിട്ട് ആഡ് ചെയ്താൽ മതി. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ജലാറ്റിൻ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. 3 പാക്കറ്റ് ജലാറ്റിൻ പൗഡറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം പാർന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ആ മിക്സ് ചെയ്ത ജലാറ്റിനി നമുക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ക്രീമിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ച ബിസ്ക്കറ്റില്ലേ അതിലേക്ക് പറഞ്ഞു കൊടുക്കാം. എന്നിട്ട് 4 to 5 hours നമുക്ക് എന്താക്കാം, റെഫ്രിജറേറ്റർ ചെയ്ത് കൊടുക്കാം. മേലെ കാണുന്ന ഈ സിറപ്പില്ലേ, ഇത് ബ്ലൂബെറി സിറപ്പ്. ഇത് ഉണ്ടാക്കാൻ പെട്ടെന്ന് കഴിയും. ജസ്റ്റ് ബ്ലൂബെറി ആഡ് ചെയ്തിട്ട് കുറച്ച് പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുത്താൽ മതി, അതേപോലെ കിട്ടും. ഈ ബ്ലൂബെറി തന്നെ വേണമെന്നില്ല, സ്ട്രോബെറി കൊണ്ടും ചെയ്യാം. നിങ്ങൾക്ക് ഏതാണോ താല്പര്യം അത് ചെയ്താൽ. പിന്നെ ഇതുകൂടി ശ്രദ്ധിക്കണേ, ഞാൻ അടുത്ത മോൾഡില്ലേ, ഞാൻ അടുത്ത ഈ കണ്ടെയ്നർ അത് സൈഡ് ചെറുങ്ങനെ ചെയ്തിട്ടാണുള്ളത്. അതുകൊണ്ട് എൻ്റെ കറക്റ്റ് ലെയർ കിട്ടിയിട്ടില്ല. ലെയർ കറക്റ്റ് കിട്ടണമെങ്കിലേ നേരെയുള്ള റൗണ്ടിലുള്ള സാധനം എടുത്തോ, അല്ലെങ്കിൽ സ്ക്വയർ കണ്ടെയ്നർ എടുത്താലും